സുഖല്ലേ? ഓഗസ്റ്റ് 2 ഹയാൻ്റെ, സുമിയാൻ്റീൻ്റെ, നിഷാങ്കാക്കാൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളെ റസീനമ്മായി നല്ല ചോക്ലേറ്റ് കേക്ക് ആക്കിയിട്ട് ഹയാക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഒരു ഉമ്മാൻ്റെ ഒരു ചെറിയ കേക്കുമുണ്ട്. ഹയ നമ്മളെ യൂട്യൂബിൻ്റെ പറ്റിയിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ സുമിയാൻ്റെ ആണ് ലിറിക്സ് എഴുതി കൊടുത്ത്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. യൂട്യൂബ് ചാനൽ എന്താ ഇവിടെ ലൈക്ക് തരണ്ടേ, കടുക് തുറക്ക് എന്റെ പൊന്നു തമ്പൂരാനെ, ഇത്ര വേഗം വിളിക്കേട്ട് ലോക്ക്ഡൌൺ സമയം വ്യൂസുമായി പുതിയ യൂട്യൂബ് ചാനൽ വന്നു. ഞാൻ ആ കടുക് തുറന്നു എന്നും നോക്കി പക്ഷേ ചാനൽ ഇവിടെ സബ്സ്ക്രൈബും വ്യൂസും കൂട്ടാൻ എവിടെ പോയി കാണുന്നില്ല. അതുവരെ കുട്ടി സെർച്ച് നോക്കി ഞാൻ നിങ്ങളുടെ ഉദ്ദേശിച്ച ആളെ കേട്ട് ഞാനത് ഫേക്കായി ഇതുവഴി പോയപ്പം ചുമ്മാ കയറിയതാ. ആയോ പനി പാലിയിലോ, യൂട്യൂബിൽ വെറുതെ കയറി എനിക്ക് പണി കിട്ടിയല്ലോ. ആയോ പനി പാലിയിലോ, യൂട്യൂബിൽ വെറുതെ കയറി എനിക്ക് പണി കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ നിഷാങ്കാക്കാന്റെ ബർത്ത്ഡേ കേക്കും കൂടിയും കട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഫിഷ് ഗ്രില്ല് ചെയ്തത് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ പൊറിച്ച് വെച്ച ഫിഷിലും കണ്ടല്ലോ. ഇനി നമ്മൾക്ക് ആ ഫിഷ് ഒന്ന് വാങ്ങിച്ച സ്ഥലം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ട, ഇതാണ് ശരി. ഇതാണ് നമ്മൾ പൊരിച്ച് കരിച്ച് തിന്നത്. കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീനുണ്ട്. കുറേ വെള്ള മീൻ, തടിയമ്പൂസ് മീൻ, മീഡിയം, സ്മോൾ എല്ലാ മീൻ. അപ്പം നമ്മൾ അങ്ങനെ നടന്ന് ലോബ്സ്റ്ററിലേക്ക് എത്തി. അതിൻ്റെ അപ്പുറം ക്രാബും ഉണ്ട്. രണ്ടാളും ചങ്ങായിമാരായിട്ട് ഇരിക്കുന്നു. നിഷാങ്കാക്ക ഈട ഏതെടുക്കണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാ മോനെ കിട്ടിപ്പോയി. നമ്മൾ പ്ലേറ്റിൽ കണ്ടിട്ടില്ല, ആ സാധനമാണ് ഇത്. ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അമൂർ പറഞ്ഞ് വെക്കുന്ന സാധനം ഇതാണ്. പക്ഷെ ഇത് ഒറിജിനൽ അമൂറല്ല, ഇതാണ് ഒറിജിനൽ അമൂർ. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരാൾ അണ്ണപ്പറഞ്ഞ് ഇങ്ങോട്ട് വാ. പക്ഷെ ഉമ്മ മൈൻഡ് ആക്കിയിട്ടില്ല. ഉമ്മ ഒരു നേരെ ഓടി.
ഇതാണ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. അവിടെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, വെറൈറ്റി വെജിറ്റബിൾസും ഉണ്ട്. നമ്മൾക്ക് നല്ല ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇപ്പം നമ്മൾ മുട്ടേൻ്റെ സെക്ഷനിൽ എത്തി. ഇവിടെ വെറൈറ്റി മുട്ടകളുണ്ട്. പച്ചമുട്ട, ആണമുട്ട, കോഴിയിട്ട മുട്ട എല്ലാം ഉണ്ട്. പിന്നെ കാടമുട്ടയുണ്ട്. കാടമുട്ട കുട്ടികൾക്കെല്ലാം നല്ല. അപ്പം നമ്മൾ എൽനീറിൻ്റെ സ്ഥലത്ത് എത്തി. ഫുഡിന് ആവശ്യമില്ല, എൽനീര് വേണം പറഞ്ഞാൽ അവർ നല്ല ഡബ്ബയിലാക്കിയിട്ട് തരും. നമ്മൾ ഇളനീര് വാങ്ങിച്ച് മുന്നോട്ടേക്ക് എത്തുമ്പോൾ നല്ലൊരു ഗാർഡന്, ആടെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ കുറച്ച് ആ ഇൻഡോർ പ്ലാന്റ്സിന് കുറച്ച് നടക്കുമ്പോൾ കുറേ നല്ല ഡിഫറെൻറ്റ് ഈത്തപ്പഴങ്ങൾ. ഇത് നല്ല ഫ്രഷ് ഈത്തപ്പഴമാണ്. ഇത് നമ്മൾ വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയാൽ കുറച്ച് ഇല വകര കാണാം. പിന്നെ നല്ല സ്വീറ്റ് കോൺ. പിന്നെ ലാസ്റ്റ് നമ്മൾ പോകുമ്പോൾ വീടെടുക്കുന്നതായിട്ട് ഇമ്മയ്ക്ക് ഷേവ് കേട്. ഡോണ്ട് വറി ഇമ്മ. നല്ല കളിക്കുന്ന സ്ഥലമുണ്ട്. ഈടെ കുട്ടികളെ ആക്കിയിട്ട് അവരുടെ പാരൻസ് നല്ല സുഖത്ത് മീൻ വാങ്ങിക്കാൻ പോകും. എന്താണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അത് ഇത്. അവർക്ക് കുട്ടികളെ ഡിസ്റ്റർബ് ഇല്ലാണ്ട് നല്ല സുഖത്ത് പർച്ചേസ് ചെയ്യാം. അപ്പം നമ്മളെ പർച്ചേസിലും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാനായി ഇനി വീട്ടിൽ പോയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. ചെമ്മീനിൽ നല്ല മസാല പിടിപ്പിക്കണം. ഇതിൽ നമ്മൾ സ്പെഷ്യൽ മസാലയാണ് മിക്സ് ചെയ്തത്. അത് ഷംറി അമ്മേൻ്റെ സ്പെഷ്യൽ മസാലയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അമൂറിന് മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പുറത്തെ ഭാഗം തേച്ചിട്ട് അപ്പുറത്തെ ഭാഗം മലർത്തിയിട്ട് തേച്ചെടുക്കണം. ഇതാണ് ശരി. ഇതിനും നല്ല മസാല തേച്ച് പിടിപ്പിക്കണം. മീനിൽ നല്ല കീറണം, എന്നാലും നല്ല മസാലയിലും പിടിക്കൂലും. നമ്മൾ ശരിക്ക് നല്ല പച്ച മസാല പരത്തിയിട്ടുണ്ട്. മീന് കടുത്തും കണ്ടാ. നമ്മൾ ചെമ്മീന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. ഫിഷിന് നമ്മൾ ഓവനിലായിരുന്നു ഗ്രില്ല് ചെയ്തത്. ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി
ലൂഡോ കളിച്ച്. ആ കളിയിൽ ഞാനായിരുന്നു ഫസ്റ്റ് വിന്നർ. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഫിഷ് വന്നോ അറിയാന് അടുക്കടുക്കെ കുത്തി 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 തിന്നോണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് തീരോ അറിയില്ല. അപ്പം നമ്മൾ മറ്റേ മീനാടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ അമ്മൂറും കൂടി ഒന്ന് വമ്പിപ്പിക്കണം, ഗ്രില്ല് ചെയ്യണം. എല്ലാം റെഡിയായി. ടേബിളിൽ എത്തുമ്പോൾ ശരിക്കും പണി പാളിയത്. കുബൂസ് വാങ്ങിക്കാൻ മറന്നുപോയി. രാത്രി 1 മണി. സൂപ്പർ മാർക്കറ്റിലെല്ലാം ക്ലോസ് ആറാ. എന്ത് കൂട്ടിയിട്ട് തിന്നും? അപ്പം ലാസ്റ്റ് ബർദുബായി പോയി. കുബൂസ് വരുന്നവരെ പിന്നെ ലാസ്റ്റ് അതും നോക്കിയിട്ടിരുന്ന് വായിൽ വെള്ളം വന്നു. പിന്നെ ആ വായിൽ വെള്ളം വന്നപ്പോൾ അത് നമ്മൾ കുടിച്ച് അപ്പോൾ വയറ് ഫുള്ളായി. ബൈ.